നമസ്കാരം. എന്തു സംഭവിച്ചാലും അതെല്ലാം തലയെടുപ്പോടെ നേരിടുന്നവരാണ് ഇറാൻ. അതുകൊണ്ടാണ് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വക വരുത്തിയിട്ട് പോലും അടിപതറാതെ 10 മടങ്ങ് ശക്തിയോടെ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടത്. യുഎസും ഇസ്രയേലും ആക്രമണം തുടരുന്നതിനിടെ പ്രത്യാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാനും. ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം നടത്തിയ ഇറാൻ പിന്നാലെ സൈപ്രസിലും ആക്രമണം നടത്തി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. സൈപ്രസിലെ UK സൈനിക താവളം ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ പ്രയോഗിച്ചത് എന്നാണ് റിപ്പോർട്ട്. 2 മിസൈലുകളാണ് സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സൈപ്രസ് ലക്ഷ്യമാക്കി പ്രയോഗിച്ചത് എന്ന് UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎസും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒപ്പം ചേർന്നതായി ബ്രിട്ടൻ അറിയിച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് ഗൗരവമേറിയ സാഹചര്യമാണ് എന്നാണ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ച ബഹ്റൈൻ താവളത്തിൽ 300 സൈനികർ ഉണ്ടായിരുന്നു. അവയിൽ ചിലത് പതിച്ചത് സ്ഥലത്തു നിന്നും ഏതാനും 100 വരെ അകലെയായിരുന്നു എന്നും. സൈപ്രസിലേക്ക് 2 മിസൈലുകൾ അയച്ചിരുന്നു. എന്നാൽ അവ സൈപ്രസിനെ ലക്ഷ്യമിട്ടുള്ളതായി തങ്ങൾ കരുതുന്നില്ല. എങ്കിലും ഈ മേഖലയിൽ ഉടനീളം വ്യാപകമായ ആക്രമണം നടത്തുന്ന ഒരു ഭരണകൂടത്തിൽ നിന്നുമുള്ള ഭീഷണിയുടെ ഉദാഹരണം കൂടിയാണ്. അത് നടപടികൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്നും ഇറാൻ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്നും ആണവായുധ പദ്ധതി വികസിപ്പിക്കുന്ന രീതി കണ്ടിട്ടുള്ള ആർക്കും ഈ ഭരണകൂടത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും അത് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും സംശയമുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അമേരിക്കയുടെ നടപടി നിയമപരമാണോ എന്ന ചോദ്യത്തിന് അത് അമേരിക്ക പറയുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ട കാര്യമെന്നായിരുന്നു ഹീലിയുടെ മറുപടി. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രതിരോധ സെക്രട്ടറിയായ തനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ അർഹതയില്ല. താൻ UK വേണ്ടി സംസാരിക്കാനാണ് വന്നതെന്ന്. UK ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമാണ് എന്നാണ് ഹീലി പറഞ്ഞു വെച്ചത്. അതേസമയം രാജ്യം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുന്നില്ല എന്നാണ് സൈപ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ഏതായാലും ഇറാന്റെ ആക്രമണം ഇനി ഏതൊക്കെ തരത്തിലെത്തുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.